പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജെൻസി യുഗത്തിലെ യുവജനങ്ങൾ ഫോട്ടോ ഷൂട്ടുകൾ, സേവ് ദി ഡേറ്റ് കാർഡുകൾ, വിവാഹ നിശ്ചയ പ്രഖ്യാപനങ്ങൾ, വിവാഹ ക്ഷണക്കത്തുകൾ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് പരമ്പരാഗത പദപ്രയോഗങ്ങൾക്ക് പകരമായിട്ട് ഹ്രസ്വവും സ്റ്റൈലിഷും ട്രെൻഡിയുമായിട്ടുള്ള ശൈലികളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇവയൊക്കെയാണ് ജനപ്രിയമായിട്ടുള്ള പുതുതലമുറ പദങ്ങളും അടിക്കുറിപ്പുകളും. ഫോറെവർ സ്റ്റാർട്ട്സ് ഹിയർ, ലോക്ക്ഡ് ഇൻ, ദ ബിഗ് യെസ്, ഫൗണ്ട് മൈ ഫോറെവർ, സോൾമേറ്റ് സെക്യൂർഡ്, സ്റ്റിൽ ക്രഷിംഗ്, വി ആർ ഗെറ്റിംഗ് ഹിച്ച്ഡ്, ടൈ ദ നോട്ട്, forever begins, meet us at the altar, and so the adventure begins, vows and vibes. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ക്യാപ്ഷൻസ്, അടിക്കുറിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ സാഘോഷവും കൊണ്ടാടുകയാണ്. സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ജെൻസി യുഗത്തിലെ അടിക്കുറിപ്പുകളുടെ പശ്ചാത്തലത്തിൽ സ്വർഗാരോഹണ തിരുനാൾ കൊണ്ടാടുമ്പോൾ മറ്റൊരു ക്യാപ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹെവൻ ഹുക്ഡ്. സ്വർഗാരോഹണ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹെവൻ ഹുക്ഡ് എന്ന ക്യാപ്ഷൻ ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഈ ഹെവൻ ഹുക്ഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇംഗ്ലീഷിൽ ഹുക്ഡ് എന്നത് പൊതുവെ അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒന്നിലേക്ക് ശക്തമായിട്ട് ആകർഷിക്കപ്പെടുക, അതിൽ ആകൃഷ്ടനാവുക എന്നതാണ്. ഇത് ആകർഷിക്കപ്പെടുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഒരു മത്സ്യം കൊളുത്തിൽ പിടിക്കുന്നത് പോലെ ഇങ്ങനെ ആകർഷിക്കപ്പെടുന്നത് മൂലം മത്സ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്നത്, കാണുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നത് നിർത്തുവാനായിട്ട് പ്രയാസകരമായിട്ട് മാറുന്നു. അതായത് അത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു ആകർഷണമാണ് ഹുക്ഡ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹെവൻ ഹുക്ഡ് എന്നാൽ സ്വർഗത്തെ അത്രമാത്രം പുൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതാണ് അർത്ഥം. സ്വർഗം അത്രമാത്രം ആകർഷണമായിട്ട് മാറി എന്നതാണ്. നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ഈ വാക്കുകൾ എന്നും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹെവൻ ഹുക്ഡ് ആയിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. കാരണം സ്വർഗമാണ് നമ്മുടെ യഥാർത്ഥ ഭവനം, നമ്മുടെ നിത്യമായ ഭവനം സ്വർഗമാണ്. ക്രിസ്തു ശിഷ്യരായ നമ്മളെല്ലാവരും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം. ഇന്നത്തെ തിരുനാൾ നമുക്ക് നൽകുന്ന ആഹ്വാനം പ്രകാരമാണ് ഹെവൻ ഹുക്ഡ് ആയിട്ട് ജീവിക്കുവാനായിട്ട്. ഇന്ന് പലർക്കും സ്വർഗത്തെക്കുറിച്ച് ഒരു ചിന്ത പോലുമില്ല. സ്വർഗം ഒരു കെട്ടുകഥയായിട്ട് കരുതുന്നവർ പോലുമുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ ഒന്നാണ് സ്വർഗം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. 1024 ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ത്രിയേക ദൈവത്തോടുകൂടെയുള്ള പൂർണ്ണമായിട്ടുള്ള ഈ ജീവിതം കന്യക മറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധോടുമുള്ള ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗമെന്ന് വിളിക്കപ്പെടുന്നു. സുനിശ്ചിതമായ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ് സ്വർഗം. 1025 ഖണ്ഡികയിൽ നാം വായിക്കുന്നു: സ്വർഗത്തിൽ ജീവിക്കുക എന്നാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക എന്നതാണ്. സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. അതായത് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അതാണ് സ്വർഗാരോപണം. നമ്മുടെ കർത്താവിൻ്റെ തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ. അതായത് ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. രണ്ടും രണ്ടാണ്. ഉദാന മഹോത്സവം, പെന്തക്കോസ്ത തിരുനാൾ എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് സ്വർഗാരോഹണം. കർത്താവിൻ്റെ ഉത്ഥാന മഹോത്സവത്തിന് ശേഷം 40-ാം ദിവസമാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണം സംഭവിക്കുന്നത്. അതും ഗലീലയിലെ മലയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. യേശുവിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ശിഷ്യന്മാർ അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മാലാഖമാർ ശിഷ്യന്മാരോട് ഗലീലയിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം, എന്തുകൊണ്ട് 40 ദിവസം കഴിഞ്ഞിട്ട് സ്വർഗാരോഹണം? 40 ദിവസങ്ങൾ യഥാർത്ഥത്തിൽ ഒരുക്കമാണ്. കർത്താവിന് ഉത്ഥാനത്തിന് ശേഷം ഈശോ തൻ്റെ ശിഷ്യന്മാരെ യഥാർത്ഥത്തിൽ ഒരുക്കുകയായിരുന്നു.
തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരും ശക്തി പ്രാപിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുവാനൊക്കെയായിട്ട് അവരെ ഒരുക്കുകയായിരുന്നു ഈശോ. എന്തുകൊണ്ടാണ് കർത്താവ് ഗലീലി തിരഞ്ഞെടുത്തത് ചോദിച്ചാൽ നമുക്കറിയാം, കർത്താവിൻ്റെ പരിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് ഗലീലാണ്. ഈശോ തൻ്റെ പരിശുദ്ധത്തിൻ്റെ അധിക സമയം ചെലവഴിച്ചതും ഗലീലാണ്. ഈശോ തൻ്റെ ദൗത്യം അവസാനിപ്പിക്കുന്നത് ജെറുസലേമിലാണ്. അതിനാൽ തന്നെ ശിഷ്യന്മാർ ദൗത്യം ആരംഭിക്കുന്നത് ജെറുസലേമിലാണ്. എന്നാൽ ഈശോയുടെ പരിശുദ്ധത്തിൻ്റെ ആരംഭ സ്ഥലം തന്നെ ശിഷ്യന്മാർക്ക് ഒരു പുതിയ ദൗത്യം നൽകുവാനൊക്കെ ആയിട്ടാണ് ഈശോ ഗലീലി തിരഞ്ഞെടുക്കുന്നത്. ലോകമെങ്ങും പോയി വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള ദൗത്യം ഈശോ അവർക്ക് അവിടെ നൽകുകയാണ്. മാത്രമല്ല, നമുക്കറിയാം ശിഷ്യന്മാർ ഗലീലക്കാരാണ്. പെസഹ ആഘോഷിക്കുവാനാണ് അവർ ജെറുസലേമിൽ എത്തിച്ചേർന്നത്. പെസഹയ്ക്ക് ശേഷം അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകും. ഈ പശ്ചാത്തലവും ഇതിൻ്റെ പിന്നിൽ കാണുവാനൊക്കെ ആയിട്ട് സാധിക്കും. കർത്താവിൻ്റെ സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തേത് ഈശോ നമുക്ക് നിത്യസഹായകനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. അപ്പോൾ സഹായകനെ നമുക്ക് ലഭിക്കുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളൊന്നാണ് പാപബോധവും പശ്ചാത്താപവും. പാപബോധം ലഭിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് കുമ്പസാരിക്കുവാനായിട്ടുള്ള ഒരു ഉൾപ്രേരണ ലഭിക്കുക. മൂന്നാമതായിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാനായിട്ടാണ് ഈശോ പോകുന്നത്. യോഹന്നാൻ 14:2-3 വരെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നാലാമതായിട്ട് എന്നും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ. ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് മത്തായി 28:20, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ഭൗതികമായിട്ടുള്ള സാന്നിധ്യമില്ലെങ്കിൽ പോലും അവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള സാന്നിധ്യം, സ്പിരിച്വൽ പ്രസൻസ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ വാഗ്ദാനം ഈശോ നൽകുകയാണ്. അഞ്ചാമതായിട്ട് ഈശോ രണ്ടാമത് വരും, വീണ്ടും വരും. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചു കേൾക്കുകയാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിലെ 11-ാം വചനത്തിൽ, അല്ലയോ ഗലീലയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. 2 മാലാഖമാർ പറയുന്നത് ഈശോ സ്വർഗത്തിലേക്ക് കയറി പോയതുപോലെ തന്നെ അവിടുന്ന് രണ്ടാമത് തിരിച്ചു വരുമെന്നാണ്. കർത്താവിന് സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന 5 സന്ദേശങ്ങൾ. 1, നമുക്ക് നിത്യസഹായകനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മൂന്നാമതായിട്ട് അവിടെ നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലമൊരുക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. നാലാമതായിട്ട് അവിടുന്ന് നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അഞ്ചാമതായിട്ട് അവിടുന്ന് വീണ്ടും വരും. സ്വർഗാരോഹണം നമുക്ക് നൽകുന്ന ദൗത്യം എന്താണ്? കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള ദൗത്യമാണ്. മിഷണറിമാരായിട്ട് മാറാനുള്ള ദൗത്യമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ച് 2-ാം വത്തിക്കാൻ സിനോദോസ് ഡിക്രിയാണ് ആദ് ജെൻതസ് ദിവിൻതുസ്. 11-ാം ഖണ്ഡികയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, എല്ലാ ക്രിസ്തീയ വിശ്വാസികളും അവരെവിടെ താമസിക്കുന്നവരായാലും ജീവിത മാതൃകയാലും വചനത്തിൻ്റെ സാക്ഷ്യത്താലും മാമോദീസ വഴി തങ്ങൾ ധരിച്ച പുതിയ മനുഷ്യനെ, സ്ഥൈര്യലേപനം വഴി തങ്ങളെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പ്രകടമാക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അതായത് ജീവിതം വഴി, വിശ്വാസ സാക്ഷ്യം വഴി നമ്മൾ ഓരോ വ്യക്തികളും മിഷണറിമാരായിട്ട് മാറുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗാരോഹണം എൻ്റെ ജീവിതത്തിൽ നൽകുന്ന പ്രസക്തി എന്താണ്? സ്വർഗാരോഹണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത് പ്രത്യാശയാണ്. സ്വർഗമുണ്ടെന്നുള്ള പ്രത്യാശ. ഈ ലോകത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്. അവിടെ കർത്താവ് എനിക്ക് വേണ്ടി സ്ഥലമൊരുക്കി വച്ചിരിക്കുന്ന പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമതായിട്ട് ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശ. അവിടുന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളോടുകൂടെ ലോക അവസാനം വരെ എന്നും ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും, ദുഃഖത്തിൻ്റെ അവസ്ഥകളിലും നിരാശകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ രോഗപീഠകളിലും സഹനങ്ങളിലും ഒറ്റപ്പെടുന്ന നിമിഷങ്ങളും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ നമുക്ക് നൽകുന്നത്. മൂന്നാമതായിട്ട് അവിടുന്ന് രണ്ടാമത് വീണ്ടും വരുമെന്നത്. പ്രിയപ്പെട്ടവരെ,
കർത്താവിൻ്റെ ഈ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹെവൻ ഹുക്ഡ് എന്ന വലിയ പ്രത്യാശയോട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കാരണം അവിടുന്ന് എന്നും നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.